രാവിലെ തന്നെ അപ്പം ഞാനും അമ്മയും കൂടെ കോട്ടയം വരെ പോകാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. രാവിലെ ഇറങ്ങാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകാറാകുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. രാവിലെയും വെയിലാണ്, പിന്നെ കോട്ടയം വരെ എത്ര ബസ് കയറി വേണമല്ലോ പോകാൻ, അപ്പം അതിൻ്റേതായ ടൈമൊക്കെ എടുക്കുമല്ലോ. എന്തായാലും രാവിലെയാണ് എന്നുള്ളതൊന്നും ഇല്ല. റോഡിലൊക്കെ നല്ല ബ്ലോക്കാണ്. സീബ്ര ക്രോസിങ്ങിന് ഇവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷമാണ് ഞങ്ങൾ ക്രോസ് ചെയ്തെത്തി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. അങ്ങനെ ആ ബസ്സിലൊക്കെ എന്തൊക്കെയാണെങ്കിലും ഇപ്രാവശ്യം വെയിലില്ലാത്ത സൈഡിലാണ് സീറ്റ് കിട്ടിയത്. അതിൻ്റെ ഒരു ആശ്വാസമൊക്കെ ഉള്ളതുകൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പോകാമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് അമ്മയുടെ വീട്ടിലിറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി അടുത്ത ബസ്സിന് നേരെ കോട്ടയത്തോട്ട് പോകാൻ കയറിയ ബസ്സിലാണെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും 2 സ്ഥലത്താണ് സീറ്റൊക്കെ കിട്ടിയത്. എന്നാലും പാട്ടൊക്കെ കേട്ട് കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിലെത്തി. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വേണം ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. താലൂക്ക് ഓഫീസിലേക്കാണ് പോകേണ്ടിയിരുന്നത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരേതായി ഇറങ്ങി ഞാൻ ഈ കാണിക്കുന്ന നമ്മുടെ കോട്ടയത്തിന്റെ സ്വന്തം പടവലം പന്തൽ എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഫേമസ് ആണല്ലോ കാര്യം. പിന്നെതാ ഞങ്ങളുടെ സ്വന്തം മീനച്ചിലാറിന്റെ തീരത്ത് എത്തിയിട്ടുണ്ട്. ഇതാ ഇപ്പം തന്നെ വീട്ടിലേക്ക് എത്തും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് നടന്നായിരുന്നു. കഴിഞ്ഞ ദിവസമൊന്നും അല്ല, 2 ദിവസം മുന്നേ. അപ്പം ആ ഒരു സ്പോട്ടും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. ഇതാ കണ്ടോ, ആ വെയിറ്റിംഗ് ഷെഡ് മൊത്തം തകർന്ന് കിടക്കുന്ന ഒരു ലോറി ഇടിച്ച് കയറിയതാണ്. അപ്പം ഞങ്ങളിതാ ബസ് ഇറങ്ങി. പിന്നെ ഞാൻ അവിടെ കാണിക്കുന്ന ആ വീട് കണ്ടോ, ഇത് ഇപ്പം കാണിക്കും ആ വീട് കണ്ടോ. അവിടെ ആണെങ്കിൽ ഡെയിലി ആനകളൊക്കെ ലോറിയിൽ വരുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഈ അവിടുത്തെ വീട്ടുകാർ ഫുഡൊക്കെ കൊടുക്കും. അപ്പം അത് നിങ്ങളെയും കൂടെ കാണിക്കും.